അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ സൂറയായ സൂറത്തു ഷംസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറ അഷംസിലെ ആമുഖവും പാരായണവും 1-2 ആയത്തുകളുടെ ആശയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 3 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. ആദ്യ ആയത്തുകളിൽ എന്തിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്? സൂര്യനെയാണ്. സൂര്യനെ സത്യം ചെയ്തുകൊണ്ടാണ് സൂറ തുടങ്ങിയത്, അല്ലേ? സൂര്യനാണ്, അതിൻ്റെ വെളിച്ചവുമാണ്. പിന്നെ അതിനെ, സൂര്യനെ പിന്തുടരുന്ന ചന്ദ്രനും എന്നാണ് പിന്നെ പറഞ്ഞത്. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ, സൂര്യനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അടുത്ത ആയത്ത്. വൻ നഹാർ, പകലിനെ കൊണ്ടും സത്യം. നഹാർ സൂറത്തുൽ ലൈലിൽ നാം പഠിക്കുന്നുണ്ട്. വൻ നഹാർ, പകലിനെ കൊണ്ടും സത്യം. ഇദാ, ആയാൽ, ജല്ല, വെളിപ്പെടുത്തിയാൽ, ഹാ, അതിനെ. ഏതിനെ? സൂര്യനെ. സൂര്യനെ വെളിപ്പെടുത്തുന്ന പകലിനെ കൊണ്ടും. വൻ നഹാർ, പകലിനെ കൊണ്ടും സത്യം. ഇദാ ജല്ല, അത് വെളിപ്പെടുത്തിയാൽ, ഹാ, സൂര്യനെ, അതിനെ. 4-ാമത്തെ ആയത്ത് വൽ ലൈൽ, രാത്രിയെ കൊണ്ടും. ഇദാ യഗ്ഷ, ഗശിയ യഗ്ഷ, വന്നു മൂടി, ഇരുട്ടുള്ളതായി. ഇദാ യഗ്ഷ, അത് വന്നു മൂടിയാൽ, ഹാ, അതിനെ, അഥവാ സൂര്യനെ മൂടുന്ന രാത്രിയെ കൊണ്ടും. സൂര്യനെ വെളിപ്പെടുത്തുന്ന പകലിനെ കൊണ്ടും സൂര്യനെ മൂടുന്ന രാത്രിയെ കൊണ്ടും സത്യം. ഈ 4 ആയത്തും സൂര്യനുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലേ? ഈ 4 ആയത്തിലെയും അവസാനത്തിലെ ഹാ എന്നത്, അത് എന്നർത്ഥമുള്ള ആ വാക്ക് ഉദ്ദേശിക്കുന്നത് സൂര്യൻ തന്നെയാണ്. അപ്പോൾ 3-ാമത്തെ ആയത്ത് വൻ നഹാരി ഇദാ ജല്ലാഹ, അതിനെ, സൂര്യനെ വെളിപ്പെടുത്തുന്ന പകലിനെ കൊണ്ടും എന്ന് പറഞ്ഞാൽ പകൽ സംഭവിക്കുന്നത് സൂര്യൻ പ്രത്യക്ഷമാകുമ്പോഴാണ്, അല്ലേ? അങ്ങനെ സൂര്യനെ നമുക്ക് കാണാൻ കഴിയുന്നു പകലിൽ. അതേസമയത്ത് രാത്രിയോ? രാത്രി സൂര്യനെ മറച്ചു കളയാണ് ചെയ്യുന്നത്, മൂടിക്കളയുന്നു. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടൽക്കരയിൽ പോകാറില്ലേ? ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എങ്ങനെയാണ്? സൂര്യൻ അതിൻ്റെ ആ ഹൊറിസോണിൽ, ആ ചക്രവാളത്തിൽ അതിങ്ങനെ താഴ്ന്ന് താഴ്ന്ന് കടലിലേക്ക് ഇറങ്ങിപ്പോകും പോലെ തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്, അല്ലേ? സൂര്യനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് സൂര്യൻ ശരിക്കും ചക്രവാളത്തിലേക്ക് ഇങ്ങനെ കടലിലേക്ക് അങ്ങനെ താഴ്ന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ സംഭവിച്ച് കഴിയുമ്പോൾ എന്തായി? പിറയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടാവും. നമ്മുടെ കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടുന്ന അതാണ്. അല്ലാഹു വൽ ലൈലി ഇദാ യഗ്ഷാഹ, അതിനെ, സൂര്യനെ മൂടിക്കളയുന്ന രാത്രിയെ കൊണ്ട് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ പകൽ സമയത്താണ് സൂര്യൻ പ്രത്യക്ഷമാകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടാണ് പകൽ ഉണ്ടാകുന്നത് എന്നതാണ് ശരി, അല്ലേ? അതിനെ മറ്റൊരു ശൈലിയിൽ അള്ളാഹു പറയാണ്, പകലിനെ, സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുന്ന പകൽ എന്നാണ് അള്ളാഹു താല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പകലിൽ സൂര്യ വെളിച്ചം നമുക്ക് ലഭിക്കുന്നു, സൂര്യനെ കാണാൻ പറ്റുന്നു. രാത്രിയിൽ ഇരുട്ടുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യൻ മാഞ്ഞു പോകുമ്പോൾ, അസ്തമിച്ചു പോകുമ്പോൾ ഇരുട്ട് പ്രത്യക്ഷമാകുന്നു എന്നാണ്. എന്തിനാണ് ഇവിടെ പകലിനെയും രാത്രിയും പറഞ്ഞത്? നേരത്തെ സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞതുപോലെ തന്നെയാണ്. അഥവാ രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്, എന്നാലോ പരസ്പര വിരുദ്ധമാണ്. പകൽ കഴിഞ്ഞ് പിന്നെയാണ് രാത്രി വരുന്നത്, രാത്രി കഴിയുമ്പോഴാണ് പകൽ വരുന്നത്.
ഇങ്ങനെ ഒരു ബന്ധം രണ്ടിനും ഇടയിലുണ്ട്. അതേസമയം പകൽ വെളിച്ചമാണ്, രാത്രി ഇരുട്ടാണ്. പകൽ അധ്വാനത്തിൻ്റെ സമയമാണ്, രാത്രി വിശ്രമത്തിൻ്റെ സമയമാണ്. ഇതേപോലെ മനുഷ്യൻ്റെ പ്രകൃതവും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും രണ്ട് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. ഒരേ സമയം ഇണകളായിരിക്കെ തന്നെ പരസ്പര വിരുദ്ധമായ രണ്ട് പ്രതിഭാസങ്ങളായ പകലിനെയും രാത്രിയെയും കുറിച്ചാണ് ഇവിടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലേ? ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. 5, 6 ആയത്തുകൾ. വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ ത്വഹാഹാ. രണ്ടും ഇണകളാണ് ഈ ആയത്തുകളും. വസ്സമ, ആകാശത്തെ കൊണ്ട് സത്യം. സമ അതിൻ്റെ ബഹുവചനാണ് സമാവാത്ത്. വസ്സമ, ആകാശത്തെ കൊണ്ടും. വ മാ ബനാഹ, ഇവിടെ മാ വരുന്നുണ്ട്. ഈ മായുടെ അർത്ഥം എന്താണ്? ആരോ, അവൻ എന്നുള്ള അർത്ഥമാണ്. വ മാ, ഒരുവനെ കൊണ്ടും. ബന, നിർമ്മിച്ചു, ഉണ്ടാക്കി എന്നാണ്. ബന യബ്നി എന്നാണ് പറയാം. ബന ഹ, ഇവിടെ ഹ ഉദ്ദേശിക്കുന്നത് ആകാശമാണ്, സൂര്യനല്ല. ആദ്യത്തെ 4 ആയത്തിലെ ഹ സൂര്യനാണ്. ഇവിടെ 5-ാമത്തെ ആയത്ത് ആകാശത്തെക്കുറിച്ചാണ്. വസ്സമ, ആകാശത്തെ കൊണ്ടും. വമാ ബനാഹ, അതിനെ നിർമ്മിച്ചവനെ കൊണ്ടും. ബന എന്ന് പറഞ്ഞാൽ ശരിക്കും കെട്ടിടമൊക്കെ നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കില്ലേ, ആ നിലക്കാണ് പ്രയോഗിക്കുക. ബിനാ, കെട്ടിടം എന്ന അർത്ഥം, ബിൽഡിംഗ് എന്നാണ്. അതേപോലെ ശരിക്കും നമ്മുടെ മുകളിൽ ആകാശം എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു മേൽക്കൂരയായിട്ടാണ്, അല്ലേ? നിറയെ വിളക്കുകളൊക്കെ ഉള്ള, നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള, ഡെക്കറേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുള്ള അവസ്ഥയിലാണ് രാത്രിയിൽ നമ്മൾ ആകാശത്തെ കാണുന്നത്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ, നല്ല ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. പകലിലാണെങ്കിലും സുന്ദരമായ മേഘങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്, അല്ലേ? വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെ കൊണ്ടും അതിനെ നിർമ്മിച്ചവനെ കൊണ്ടും സത്യം. പിന്നെ നേരെ ഭൂമിയിലേക്ക് വരികയാണ്. വൽ അർ, ഭൂമിയെ കൊണ്ടും സത്യം. വമാ, ഒരുവനെ കൊണ്ടും. ത്വഹാഹ, അതിനെ വിശാലമാക്കിയ അല്ലെങ്കിൽ പരത്തിയ, വിസ്താരമുള്ളതാക്കിയവനെ കൊണ്ടും എന്നാണ്. ത്വഹ യത്ഹ, വിശാലമാക്കി, പരത്തി എന്നാണ് അർത്ഥം. അവിടെ ഹ എന്താണ്? ഭൂമി തന്നെയാണ്. വൽ അർളി വമാ ത്വഹാഹ, ഭൂമിയെ കൊണ്ടും അതിനെ വിശാലമാക്കിയവനെ കൊണ്ടും സത്യം. അപ്പോൾ ഭൂമി പരന്നിട്ടാണോ? അത് ശാസ്ത്രത്തിനെതിരല്ലേ? ചിലർക്ക് അങ്ങനെ പറയാറുണ്ട്, ഖുർആൻ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഭൂമി ശരിക്കൊരു ഗോളമാണ്, അപ്പോൾ പിന്നെ എങ്ങനെ ഭൂമി പരന്നു എന്ന് പറയും എന്ന് ചോദിക്കും. അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തേത്, ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല എന്നതാണ്. ശാസ്ത്രം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ഖുർആൻ. എന്തിനാ ഖുർആൻ അവതരിപ്പിച്ചത്? മനുഷ്യന് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഖുർആൻ വന്നത്. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തേത്, ഇവിടെ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ എന്ന് പറയലാണോ? അതല്ല വിഷയം. ഈ ഭൂമി സൃഷ്ടിച്ചതിലേക്ക് പിന്നിലൊരു സൃഷ്ടാവുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും സാധാരണക്കാരായ ഏത് മനുഷ്യനും ഭൂമി എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഭൂമി പരന്നിട്ടല്ലേ. അതുകൊണ്ടാണല്ലോ നമുക്ക് വീട് വെക്കാൻ പറ്റുന്നത്, സഞ്ചരിക്കാൻ പറ്റുന്നതൊക്കെ ഭൂമി പരന്ന അവസ്ഥയിലാണ് നമുക്ക് ഭൂമിയിൽ ഫീൽ ചെയ്യുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് പോകണം. സുനിത വില്യംസ് ഒക്കെ പോയ പോലെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോയിട്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോഴാണ് ആ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് കാണാൻ സാധിക്കും. ഭൂമിക്ക് അകത്തിരുന്നുകൊണ്ട് ഒരിക്കലും കഴിയില്ലല്ലോ. അപ്പോൾ ഖുർആൻ സാധാരണക്കാരനായ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അവർക്കിപ്പോൾ അനുഭവപ്പെടുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഭൂമി വസിക്കുവാൻ യോഗ്യമാക്കി എന്നുള്ളതാണ്. വാസയോഗ്യമാണ്. ഭൂമിയിൽ എവിടെയും നമുക്ക് വീട് വെക്കാൻ പറ്റും. മലമുകളിലായാലും തീരപ്രദേശത്തായാലും അങ്ങനെ അല്ലാത്ത സമതല ഭൂമികളായാലും വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആകാശവും അതിനെ നിർമ്മിച്ചവനുമാണ്, ഭൂമിയും അതിനെ വാസയോഗ്യമാക്കിയ വിശാലമാക്കിയവനുമാണ് എന്ന് പറയാൻ. അപ്പോൾ ആകാശവും ഭൂമിയും പരസ്പര ബന്ധമുള്ളതാണ്. ആകാശത്ത് നിന്ന് മഴ പെയ്താലാണ്
ഭൂമിയിൽ പുല്ല് മുളക്കുക. അതേ സമയത്ത് ആകാശവും ഭൂമിയും രണ്ടാണ്. ആകാശം മുകളിൽ ഉയർന്നു നിൽക്കുന്നു, ഭൂമി നമ്മൾ ചവിട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല 6 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സൂര്യൻ, ചന്ദ്രൻ, പകല്, രാത്രി, ആകാശം, ഭൂമി അല്ലേ. ഈ 6 കാര്യങ്ങളും പരസ്പര ബന്ധമുള്ളതാണ്. അതേ സമയത്ത് തന്നെ ഓപ്പോസിറ്റുമാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികളും ഇതുപോലെ തന്നെയാണ് എന്നാണ് അള്ളാഹു താല ഉണർത്തുന്നത്. നന്മയും തിന്മയും ചെയ്യുന്ന അവസ്ഥയിലാണ് മനുഷ്യന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വളരെ സുന്ദരമായിട്ട് പ്രകൃതിയിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരിലേക്ക് തന്നെ വിഷയം തിരിച്ചെത്തുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല പ്രകൃതിയെക്കുറിച്ച് പഠിച്ച് പ്രകൃതി വിശുദ്ധി എന്ന് പറയുന്ന ഏറ്റവും നല്ല ശുദ്ധ പ്രകൃതിയുള്ള നല്ല സ്വഭാവവും പ്രകൃതവും നേടിയെടുക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.